ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവ വിളി എന്നതിനെ പറ്റിയാണ്. ദൈവം എല്ലാ മനുഷ്യരെയും വിളിക്കുന്നുണ്ട്. അതിൻ്റെ മനോഹരമായ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ യേശു ക്രിസ്തു കാണിച്ചു തന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ സക്കേവൂസിനെ കർത്താവ് വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒത്തിരിയേറെയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ദൈവവിളിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കൃപ നിറഞ്ഞ വിളിയാണ്. കൃപയെന്ന് പറഞ്ഞാൽ യാതൊരു അർഹതയും ഇല്ലാത്ത നമുക്ക് യേശു ക്രിസ്തു കൊടുത്ത വിലയുടെ യോഗ്യതയിൽ ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപ. അത് ദൈവം വെറുതെ തരുന്നതാണ്, പക്ഷെ അതിൻ്റെ വില ഒരാൾ കൊടുത്തു. ആ വില നൽകിയ ആളാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു കൊടുത്ത വിലയുടെ മാത്രം യോഗ്യതയിൽ യാതൊരു യോഗ്യതയുമില്ലാത്ത എനിക്കും നിങ്ങൾക്കും കർത്താവ് തരുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപ. സക്കേവൂസിനെ യേശു ക്രിസ്തു വിളിക്കുന്ന ഒന്നാമത്തെ വിളിയുടെ, അല്ലെങ്കിൽ ആ വിളിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കൃപ നിറഞ്ഞ വിളിയാണ്. ആർക്കും വേണ്ടാത്തവനായിരുന്നു സക്കേവൂസ്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവൻ, മനുഷ്യർക്ക് വേണ്ടാത്തവൻ, മനുഷ്യരെ ദ്രോഹിച്ചിരുന്നവൻ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന ഒരു പാപിയായ മനുഷ്യൻ. ആ മനുഷ്യനെ കർത്താവ് വിളിക്കുമ്പോൾ അത് കൃപയുടെ വിളിയല്ലാതെ മറ്റെന്താകാനാണ് പ്രിയപ്പെട്ടവരെ സാധ്യത? യാതൊരു യോഗ്യതയുമില്ലാത്തവരെ തേടി വന്ന യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. വീണ്ടും അവിടുന്ന് പറയുന്നുണ്ട്, രോഗികൾക്കാണ് ഒരു ഡോക്ടറെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല എന്ന്. യേശു ക്രിസ്തു നല്ല വൈദ്യനെ പോലെ കടന്നു വരുമ്പോൾ യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ ഒരു വിധത്തിലും നിവൃത്തിയില്ലാത്ത മനുഷ്യർക്ക് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വലിയ പ്രത്യാശ നൽകുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സക്കേവൂസിൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളുമാണ്. സക്കേവൂസ് എന്ന് പറയുന്ന പേര് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഞാൻ എഴുതേണ്ടത് എൻ്റെ പേരാണ്. ജോൺ, ഇറങ്ങി വരിക, എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, സക്കേവൂസിൻ്റെ പേരിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ പേരെഴുതി വെച്ച് വായിക്കുമ്പോഴാണ് ദൈവ വിളിയുടെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ബോധ്യം കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, അത് കൃപ നിറഞ്ഞ വിളിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇനി മാറി നിൽക്കേണ്ട കാര്യമില്ല. കാരണം യോഗ്യതയില്ലാത്ത നമ്മെ തേടി വന്ന ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ലോകത്തിലുള്ള എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, നല്ലവർക്ക് സ്വർഗരാജ്യം, ചീത്ത വ്യക്തികൾക്ക് നരകം, അല്ലെങ്കിൽ മോശം വ്യക്തികൾക്ക് നരകം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം ഇതാണ്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനും അവരെ നിത്യജീവനിലേക്ക് വിളിക്കാനുമായിട്ട് കടന്നു വന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത അത് കൃപയുടെ വിളിയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ്സ് എ പേഴ്സണൽ കോളിംഗ്. അത് വ്യക്തിപരമായ ഒരു വിളിയാണ്. എന്ന് പറഞ്ഞാൽ സക്കേവൂസേ ഇറങ്ങി വാ. ആ പേര് എടുത്തു പറഞ്ഞുകൊണ്ട്, ഇതാ നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞവൻ വ്യക്തിപരമായ ഒരു വിളി ഇവിടെ വിളിക്കുകയാണ്, സക്കേവൂസേ ഇറങ്ങി വരിക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അതായത് അപ്പനും അമ്മയും അറിയുന്നതിന് മുൻപ് തന്നെ, കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞു, സ്നേഹിച്ചു. ഞാനും നിങ്ങളും നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൽ നിന്നാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് അഹങ്കരിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല. നമ്മൾ ഇല്ലാതിരുന്ന കാലത്ത് പോലും നമ്മളെ നേരത്തെ തന്നെ കണ്ടുകൊണ്ട് ദൈവം സ്നേഹിച്ചു. ദൈവം നമുക്ക് രൂപം നൽകി, ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഇത് ഒരു കൂട്ടവിളി അല്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ വിളിച്ചു നിർത്തി ഒരു വിളി വിളിക്കുകയല്ല, പകരം വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് വിളിക്കുകയാണ്. ഉദാഹരണമായിട്ട് പ്രിയപ്പെട്ടവരെ, 1,00,000 പേർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ,
അവിടെ സുവിശേഷം പ്രസംഗിക്കുന്ന പ്രസംഗകൻ 1,00,000 പേരോടുമാണ് സുവിശേഷം പറയുന്നതെങ്കിലും ദൈവം വന്ന് തൊടുന്നത് കൂട്ടത്തോടെയല്ല, ദൈവം വന്ന് തൊടുന്നത് ഓരോരുത്തരെ വ്യക്തിപരമായിട്ടാണ് തൊടുന്നത്. ദൈവത്തിൻ്റെ വചനം സ്പർശിക്കുന്നതും കൂട്ടത്തോടെയല്ല, വ്യക്തിപരമായിട്ടാണ്. ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് കണ്ട് സ്നേഹിച്ച് സ്പർശിക്കുന്നു, തൊടുന്നു, അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വിളിയുടെ പ്രത്യേകത എന്താണ്? അത് വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു കട്ടിലിൽ 2 പേർ കിടക്കും, അതിൽ ഒരാൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു വീട്ടിലുള്ള വ്യക്തികളെ വിളിക്കുമ്പോൾ പോലും വീട്ടിലുള്ള മുഴുവൻ വ്യക്തികളെയും കുടുംബം എന്ന പേരിലല്ല വിളിക്കുന്നത്, പകരം വ്യക്തിപരമായിട്ട് വിളിക്കുകയാണ്. ഒരു വീട്ടിലെ ഭർത്താവ് യേശുക്രിസ്തുവിനോട് ആമേൻ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭാര്യയെ ദൈവം വിളിക്കുന്നുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ആ വിളി തട്ടിക്കളഞ്ഞുകൊണ്ട് സാത്താൻ്റെ മകളായിട്ട് ജീവിക്കാം, ലോകത്തിൻ്റെ മകളായിട്ട് ജീവിക്കാം, ജഡത്തിൻ്റെ മകളായിട്ട് ജീവിക്കാം, അങ്ങനെ വേണേൽ ജീവിക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ വിളി വ്യക്തിപരമാണ്. ആ വിളിയെ തട്ടിക്കളയുന്ന വ്യക്തി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുകയില്ല. വീണ്ടും യേശു പറഞ്ഞു, ഒരു തിരികല്ലിൽ 2 പേർ പൊടിച്ചുകൊണ്ടിരിക്കും. അവർ 2 പേരും സ്നേഹിതരാണ്, അടുത്തടുത്ത് നിന്നാണ് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ വിളി പേഴ്സണലാണ്, വ്യക്തിപരമാണ്. അവരെ 2 പേരെയും ഇൻഡിവിജ്വലായിട്ടാണ് ദൈവം വിളിക്കുന്നത്, അതായത് വ്യക്തിപരമായിട്ടാണ് വിളിക്കുന്നത്. ഒരേ ജോലി അടുത്തടുത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ വിളിയെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയെ തള്ളിക്കളയാം. വീണ്ടും കർത്താവ് പറഞ്ഞു, 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നിന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുമിച്ച് നിന്ന് ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വീണ്ടും ഒരാൾ എടുക്കപ്പെടുന്നു, ഒരാൾ തള്ളപ്പെടുന്നു. കർത്താവ് അർത്ഥമാക്കുന്നത് ഇതാണ്, വ്യക്തിപരമായിട്ടുള്ള വിളിക്ക് വ്യക്തിപരമായ ഒരു റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. എൻ്റെ ജീവിത പങ്കാളി കർത്താവിനോട് ആമേൻ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ, കർത്താവെ ഞാൻ അങ്ങയുടെ മകളായിട്ട് ജീവിച്ചു കൊള്ളാമെന്ന് അവൾ തീരുമാനമെടുത്തതിൻ്റെ യോഗ്യതയാൽ മാത്രം എനിക്ക് രക്ഷ അനുഭവിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പനും അമ്മയും യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ കുഞ്ഞുങ്ങൾ നിത്യജീവൻ അവകാശമാക്കില്ല എന്നർത്ഥം. കാരണം കുഞ്ഞുങ്ങൾ അവർക്ക് സുബോധമുണ്ടാകുന്ന സമയത്ത് അവർ സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവർ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ വ്യക്തിപരമായ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അവരുടെ സമർപ്പണത്തെ പുതുക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തത്, യേശുവിൻ്റെ വിളിയുടെ മൂന്നാമത്തെ പ്രത്യേകത, അത് തിടുക്കത്തിലുള്ളൊരു വിളിയാണ്. എന്ന് പറഞ്ഞാൽ, സക്കേവൂസേ വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വേഗം ഇറങ്ങി വരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നാളത്തേക്ക് ഇത് മാറ്റിവെക്കാൻ പറ്റുകയില്ല എന്നാണ് അർത്ഥം. കർത്താവ് നമ്മളെ വിളിക്കുന്ന സമയത്ത്, കർത്താവെ ഇതാ ഞാനെന്ന് ഉടൻ നമ്മൾ മറുപടി പറയാൻ പഠിച്ചില്ല എങ്കിൽ നാളെ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഇറങ്ങി വരാനാണ് കർത്താവ് പറയുന്നത്. തിടുക്കത്തിലുള്ളൊരു വിളിയാണ്. സക്കേവൂസേ വേഗം ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. സക്കേവൂസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, കർത്താവെ ഞാൻ അങ്ങേ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇരുന്നതേ ഉള്ളൂ, അല്ലാതെ അങ്ങയുടെ ഈ ക്ഷണമൊക്കെ സ്വീകരിച്ച് അങ്ങേ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷേ അതല്ല സക്കേവൂസ് ചെയ്തത്. യേശുവും അവനെ പെട്ടെന്ന് വരുവാൻ നിർബന്ധിക്കുകയാണ്. നമുക്ക് കാണാം, കർത്താവ് വിളിക്കുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ ആ വിളിക്ക് ഉത്തരം കൊടുക്കുകയാണ്. ഇതാ യാക്കോബും യോഹന്നാനും കടൽ തീരത്തിരുന്ന് വഞ്ചിയുടെ അടുത്തിരുന്ന് വലകൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ അനുഗമിക്കുക എന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവരുടെ പിതാവിനെയും വഞ്ചിയെയും വലയെയും വിട്ടിട്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇതുപോലെ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന ചുങ്കക്കാരൻ മത്തായിയും ഉടൻ തന്നെ അവൻ്റെ പിരിവും ചുങ്കവും പണവും എല്ലാം അവിടെ ഇട്ടിട്ട് അവൻ കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, നമ്മളൊരു ധ്യാനം കൂടുമ്പോഴായാലും ശാലോം ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴായാലും കർത്താവിൻ്റെ വിളി നമ്മുടെ ഹൃദയത്തിൽ വന്ന് മുട്ടുന്ന സമയത്ത്, യേശുവിൻ്റെ സ്വരം നമ്മുടെ ആത്മാവിൽ തൊടുന്ന സമയത്ത്, കർത്താവിൻ്റെ സ്നേഹം നമ്മളെ സ്പർശിക്കുന്ന സമയത്ത്, നാളെയാകാം അല്ലെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞിട്ടാകാം എന്ന് തീരുമാനിക്കരുത്. ഞാൻ എൻ്റെ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഭക്തനായി ജീവിച്ചോളാം എന്ന് തീരുമാനമെടുക്കരുത്. കാരണം നമ്മൾ റിട്ടയർമെൻറ്റ് വരെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിളി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുള്ളൊരു വിളിയാണ്. അതിന് ഉത്തരം കൊടുക്കേണ്ടതും വളരെ പെട്ടെന്ന് തന്നെയാണ്. ആലോചിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പറയാമെന്നൊക്കെ പറയാൻ പറ്റുകയില്ല. ദൈവം വിളിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും
ഉടൻ തന്നെ ഒരു മറുപടിയും പ്രതീക്ഷിക്കുക. നാലാമതായിട്ട് അത് എളിമപ്പെടുത്തുന്ന ഒരു വിളിയാണ്. എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ ആരും കാണാതെ ഒളിച്ചിരുന്ന സക്കേവൂസ്, ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന സക്കേവൂസിനെ ജനങ്ങളാരും കണ്ടില്ല. എന്നാൽ 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കർത്താവ് എവിടെ ഒളിച്ചിരുന്നാലും കാണുന്നവരാകിയാൽ അവനെ കാണുക തന്നെ ചെയ്തു. വേണമെങ്കിൽ കർത്താവിന് അവനെ കാണാത്തതുപോലെ പോകാമായിരുന്നു. പക്ഷേ സകല ജനങ്ങൾ നോക്കി നിൽക്കെ ഇപ്രകാരം യേശു പറയാണ്, സക്കേവൂസേ ഇറങ്ങി വരിക. ഒരു കുരങ്ങൻ മരത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലെ മരത്തിൻ്റെ ശാഖകളിലും തായ്തണ്ടിലുമൊക്കെ അള്ളിപ്പിടിച്ച് ആ ഇറങ്ങി വരുന്ന കാഴ്ച സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കണം. സകല ജനങ്ങളും കാണുകെ ഒരു എളിമപ്പെടുത്തലിൻ്റെ ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട്. അതായത് കർത്താവ് പറഞ്ഞതാണ്, ഇറങ്ങി വരിക. ഇന്നലെ വരെ നീ കയറിയിരുന്ന അഹങ്കാരത്തിൻ്റെ കൊമ്പിൽ നിന്നും, ഇന്നലെ വരെ നീ കയറിയിരുന്ന ഞാനെന്ന ഭാവത്തിൻ്റെ ശാഖകളിൽ നിന്നും, ഇന്നലെ വരെ നീ കയറിയിരുന്ന ഈഗോയുടെ മലമുകളിൽ നിന്നും എൻ്റെ വിളി കേട്ടുകൊണ്ട് എളിമയുടെ ഈ പ്രതലത്തിലേക്ക്, ഈ സമതലത്തിലേക്ക്, ഈ താഴ്ന്ന സ്ഥലത്തേക്ക് സക്കേവൂസേ നീ ഇറങ്ങി വരണം. സക്കേവൂസേ നീ കാണുന്നില്ലേ, ഇപ്പോൾ നീ മുകളിലും ഞാൻ താഴെയുമാണ് നിൽക്കുന്നത്. ദൈവമായ ഞാൻ മരത്തിൻ്റെ താഴെ വന്ന് നിന്നുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന നിന്നെ ഇറങ്ങി വരാനായിട്ട് വിളിക്കുന്ന ദൈവം. അതായത് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിരുന്ന ദൈവം മനുഷ്യനായി എളിമപ്പെട്ടുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ച് ഒരു തച്ചനായി ജീവിച്ചുകൊണ്ട് കുരിശ് ചുമന്നുകൊണ്ട് അപമാനിക്കപ്പെട്ടവനായി കുരിശുമായി ഗാഗുൽത്താമലയിലേക്ക് പോയി കുരിശിൽ ഒരു വലിയ കുറ്റവാളിയെപ്പോലെ പിടഞ്ഞു മരിച്ചുകൊണ്ട് തന്നെത്താൻ താഴ്ത്തുന്നത് എങ്ങനെയെന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന കർത്താവ് സക്കേവൂസിനെ വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിക്കുന്നു. മക്കളെ ഇറങ്ങി വാ. ഈഗോ, അഹങ്കാരം, ഞാനെന്ന ഭാവം, എൻ്റെ പണം, എൻ്റെ സൗന്ദര്യം, എൻ്റെ കുടുംബമഹിമ, എൻ്റെ ആത്മീയ അഹങ്കാരം എല്ലാത്തിനെയും വിട്ട് താഴേക്ക് ഇറങ്ങി വരിക. ഒരു എളിമപ്പെടുത്തലുണ്ട്. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന് ഈശോ പഠിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് സത്യത്തിൽ ഒരു ജോക്കറിനെ പോലെ ഇറങ്ങി വരികയാണ്. ആളുകൾ കുറെ പേരൊക്കെ ചിരിച്ചു കാണും. കാരണം പൊക്കം കുറഞ്ഞവനായിരുന്നു അവൻ, വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു അവൻ. മരത്തിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും ആ കാണുന്ന കാഴ്ച അത്ര മനോഹരമായൊരു കാഴ്ചയൊന്നുമല്ല. അതിൽ അല്പം എളിമപ്പെടുത്തലിൻ്റെ ഒരു കാഴ്ച ഇവിടെ ഉണ്ട്. ആ മരത്തിൽ അള്ളിപ്പിടിച്ച് ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും കുറേ വ്യക്തികൾ ചിരിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, സക്കേവൂസിന് വേണമെങ്കിൽ ഇറങ്ങി വരാതിരിക്കാമായിരുന്നു. ഓ കർത്താവേ, ഞാനിവിടെ കാറ്റ് കൊള്ളാനായിട്ട് ഇരുന്നതാണ് എന്ന് പറയാമായിരുന്നു. അവൻ ആ മരത്തിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാമായിരുന്നു. പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ എളിമപ്പെടാൻ തയ്യാറായി. സകല ജനങ്ങളും കാണുകെ അവനെ രക്ഷയിലേക്ക് നയിച്ച കാര്യങ്ങൾ ഇതാണ് പ്രിയപ്പെട്ടവരെ. ഒറ്റടിക്കല്ല അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടത്. അവൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ദൈവം അവനോട് എന്തെല്ലാം പറയുമ്പോഴും അവൻ യെസ് ലോഡ് എന്നാണ് പറയുന്നത്. അതായത് ആമേൻ കർത്താവ്, ഇതാ ഞാനെന്ന മറുപടിയാണ് കൊടുക്കുന്നത്. എന്ത് പറഞ്ഞാലും അതിന് അവൻ്റെ ഭാഗത്തുനിന്ന് ഇതാ ഞാനെന്നുള്ള ഒരു മനോഹരമായ മറുപടി അവൻ കൊടുക്കുകയാണ്. ഇറങ്ങി വരാൻ പറഞ്ഞപ്പോഴും അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്തു. നമ്മളെ ഇന്ന് ദൈവം വിളിക്കുകയാണ്, അഹങ്കാരത്തിൻ്റെ മരമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരിക. 5, അത് സ്നേഹത്തോടെയുള്ള ഒരു വിളിയായിരുന്നു. സക്കേവൂസേ, വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കും. സ്നേഹം ഒഴുകുകയാണ്, സ്നേഹം നിറഞ്ഞ് കവിയുകയാണ്, അന്തരീക്ഷം മുഴുവൻ സ്നേഹം നിറയുകയാണ്. സക്കേവൂസിൻ്റെ ഹൃദയത്തിൽ തന്നെ അത് ഒന്ന് തട്ടി. സക്കേവൂസിന് ഒരു നിമിഷം പോലും മരത്തിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം ആ വചനത്തിലൂടെ കർത്താവ് നൽകുകയാണ്. കർത്താവിൻ്റെ സ്നേഹം തന്നെയാണ് അവനെ തൊട്ടത്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊത്തിരി സ്നേഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയായി ചുമതലയേറ്റ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം രാത്രിയിൽ തൻ്റെ മുറി വിട്ട് പുറത്തു ഇറങ്ങിയ സമയത്ത് മാർപ്പാപ്പയുടെ മുറിയുടെ മുൻപിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ തന്നെ കണ്ണിമ പോലും വെട്ടാതെ അനങ്ങാതെ നിൽക്കുകയാണ്. സ്റ്റാച്ചു നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, മോനെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, പിതാവേ, അതെൻ്റെ ജോലിയാണ്, എനിക്ക് ഇങ്ങനെ നിൽക്കണം, അതാണ് എൻ്റെ ജോലി. അതിന് നിനക്ക് ഇരുന്നൂടെ? അയ്യോ പിതാവേ, എനിക്ക് ഇരിക്കാൻ പാടില്ല, കാരണം എൻ്റെ കമാൻഡർ പറഞ്ഞിരിക്കുന്നത് ഇരിക്കാൻ പാടില്ലെന്നാ. എൻ്റെ ജോലി സമയം 8 മണിക്കൂറാണ്, ഈ 8 മണിക്കൂറും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കണം, അതാണ് എൻ്റെ ജോലി. ഓഹോ, അപ്പോൾ നീ കഴിഞ്ഞ ഏതാണ്ട് 6-7 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നല്ലേ? അതെ പിതാവേ, കഴിഞ്ഞ ഏതാണ്ട് 7 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പിതാവ് ഒന്നും മിണ്ടിയില്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മുറിയിലേക്ക് പോയി.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ ഒരു കസേര ഉണ്ടായിരുന്നു. ഒരു കസേര പൊക്കി എടുത്തോണ്ടാവും. എന്നിട്ട് പറഞ്ഞു, നീ ഈ കസേരയിൽ ഇരിക്കുക. അപ്പോൾ പറഞ്ഞു, പിതാവേ അങ്ങനെ മാത്രം പറയരുത്, എൻ്റെ കമാൻഡർ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ജോലി സമയത്ത് ഇരിക്കാൻ പാടില്ല. അപ്പം മാർപ്പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആ കമാൻഡറിനേക്കാൾ ഇച്ചിരൂടെ വലിയ പോസ്റ്റിലാണ് എന്നാണ്, അതുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു നീ ഇരിക്കുക. അപ്പോൾ ആ ചെറുപ്പക്കാരൻ മടിച്ചാണെങ്കിലും അവിടെ ഇരുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നത്. അവനെ പിടിച്ചിരുത്തി നല്ലൊരു ചിരിയൊക്കെ കൊടുത്തിട്ട് മാർപ്പാപ്പ വീണ്ടും മുറിയുടെ അകത്തേക്ക് പോയി. പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാർപ്പാപ്പയെ കണ്ടില്ല. മാർപ്പാപ്പ തിരിച്ചു വരുമ്പോൾ മാർപ്പാപ്പയുടെ കയ്യിൽ അവന് ഭക്ഷിക്കാനുള്ള എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങൾ ആ പ്ലേറ്റിൻ്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് കൊടുത്തിട്ട് മാർപ്പാപ്പ പറഞ്ഞു, സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് പോകുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് ചാടിക്കയറുന്ന സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അന്ന് അവിടെ കാവൽക്കാരനായിട്ട് നിന്ന ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തെ 10,000 പ്രസംഗങ്ങളെക്കാൾ സ്പർശിച്ചത് മാർപ്പാപ്പ കാണിച്ച ഈ സ്നേഹമല്ലേ? ഇതാ സകല ജനങ്ങളും നോക്കി നിൽക്കെ യേശു ക്രിസ്തു സക്കേവൂസിനെ വിളിക്കുമ്പോൾ സക്കേവൂസിനെ സ്പർശിക്കുന്നതും അവിടുത്തെ സ്നേഹം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആറാമതായിട്ട് ആ വിളിയുടെ പ്രത്യേകത, ആ വിളി നിലനിൽക്കുന്ന വിളിയാണ്. അതായത് നമ്മളൊക്കെ ഒരാളുടെ വീട്ടിൽ പോയാൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ഒരു വാതിലിലൂടെ കയറി മറ്റേ വാതിലിലൂടെ ഇറങ്ങിപ്പോകുന്നവരാണ്. നമ്മൾ ഒരു വാതിലിലൂടെ കയറി 2 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നവരുമാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? സക്കേവൂസേ, ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിന്നോടുകൂടെ വസിക്കേണ്ടിയിരിക്കുന്നു, എനിക്ക് ഇന്ന് നിന്നോടുകൂടെ താമസിക്കേണ്ടിയിരിക്കുന്നു. ഒരു വാതിലിൽ കൂടെ കയറി മറ്റൊരു വാതിലിലൂടെ ഇറങ്ങിപ്പോകുന്നവനല്ല കർത്താവ്. നമ്മൾ മനസ്സിലാക്കേണ്ട മനോഹരമായൊരു സത്യമാണിത് പ്രിയപ്പെട്ടവരെ. ഒരു വാതിലിൽ കൂടെ കയറി മറ്റേ വാതിലിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു വിസിറ്റർ അല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പകരം നമ്മോടുകൂടി ആയിരിക്കാൻ ഇറങ്ങി വന്നവനാണ്. അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 24 മണിക്കൂറും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 24/7 എന്ന് നമ്മൾ പറയുന്നു. 24 മണിക്കൂറും നമ്മോട് കൂടെ ആയിരിക്കുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവനാണ് കർത്താവ്. കർത്താവ് പറയാണ്, സക്കേവൂസേ, എനിക്ക് നിന്റെ വീട്ടിൽ വസിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത കണ്ടോ? ദൈവം നമ്മളെ വിളിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകുകയല്ല, പകരം ദൈവം നമ്മളെ വിളിച്ചതിന് ശേഷം നമ്മൾ ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ എന്നേക്കും ആയിരിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തുകൾ മുട്ടുന്നു, നീ എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ ഉള്ളിൽ വരികയും നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സകല ജീവിത അവസ്ഥകളിലും നമ്മുടെ കൂടെ തുണയായി നിന്ന്, നമ്മുടെ കൂടെ താങ്ങായി നിന്ന്, നമ്മുടെ കൂടെ സഹായിക്കുന്നവനായി നിന്ന്, ആശ്വാസദായകനായി നിന്ന്, നമ്മെ തലോടുന്നവനായി നിന്ന്, നമ്മെ അഭിഷേകം ചെയ്യുന്നവനായി നിന്ന്, നമ്മെ അനുഗ്രഹിക്കുന്നവനായി നിന്ന്, നമുക്ക് വേണ്ട കൃപകളെല്ലാം പകർന്നു തരുവാൻ 24 മണിക്കൂറും നമ്മോടുകൂടെ നിൽക്കുന്ന ദൈവം. അതാണ് വിളിയുടെ 6ാമത്തെ പ്രത്യേകത. എന്താണ് ആ പ്രത്യേകത? അത് നിലനിൽക്കുന്ന ഒരു വിളിയാണ്. പത്രോസ് കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തു കഴിഞ്ഞ് കർത്താവ് ഒരിക്കലും പത്രോസിനെ വിട്ടു പോകുന്നില്ല. പത്രോസ് കർത്താവിനെ വിട്ടു പോകുന്നുണ്ട്, പക്ഷേ കർത്താവ് ഒരിക്കലും പത്രോസിനെ വിട്ടു പോകുന്നില്ല. നമ്മൾ പല സ്ഥാനത്തും കാണുന്നുണ്ട്, കർത്താവ് പത്രോസിൻ്റെ പുറകെ ചെന്ന് പത്രോസിനെ വീണ്ടും വീണ്ടും സ്നേഹം നൽകി തൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയോ തവണ അനുഭവിച്ചിരിക്കുന്നു. നാം കർത്താവിനെ വിട്ടു പോകുമ്പോഴും കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. അതാണ് കർത്താവിൻ്റെ സ്നേഹം. അത് എന്നേക്കും വസിക്കുന്ന ഒരു സ്നേഹമാണ്. 7ാമത്തെ പ്രത്യേകത, അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വിളിയാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, നമ്മൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഒരു ചെറുക്കൻ നമ്മളെ കാണാൻ വരികയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, അപ്പാ അമ്മച്ചി എനിക്ക് ആ ചെറുക്കനെ വേണ്ട എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും വിവാഹം നടക്കുന്നില്ല. മാത്രമല്ല, പെൺകുട്ടിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറൊരു ചെറുക്കനെ വേണം വിവാഹം കഴിക്കാം, അതിൻ്റെ ഒരു തെറ്റുമില്ല, അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ഒരു ജോലിക്ക് വേണ്ടി ഒരു ഓഫർ ലഭിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ആ ക്ഷണം തട്ടിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു കമ്പനിയിലേക്ക് പോകാം. പക്ഷെ ഇവിടെ നമ്മളെ വിളിക്കുന്നത് ദൈവമാണ്. ഇവിടെ തട്ടിക്കളഞ്ഞാൽ നമുക്ക് പോകാൻ മറ്റൊരിടം ഇല്ല.
ദൈവത്തിൻ്റെ വിളിയെ നമുക്ക് തട്ടിക്കളയാൻ പറ്റാത്തൊരു വിളിയാണ്. നമ്മൾ തട്ടിക്കളഞ്ഞാൽ നിത്യത മുഴുവൻ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ട ഒരു വിളിയാണ് ദൈവത്തിൻ്റെ വിളി. അതുകൊണ്ട് അതൊരു കുട്ടിക്കളി പോലെ എടുക്കേണ്ട വിളിയല്ല. ശാലോം ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അഭിഷേകമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയിലായിരിക്കാം. പക്ഷെ തട്ടിക്കളയാൻ പറ്റാത്ത ഒരു വിളിയാണ്. ആരെല്ലാം തട്ടിക്കളഞ്ഞിട്ടുണ്ടോ അവർ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പത്രോസ് പറയുന്നത്, കർത്താവേ, ഞങ്ങൾ മറ്റെവിടെ പോകാൻ? നിത്യജീവന്റെ വാക്കുകൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ. വേർഡ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്. കർത്താവെ, നിത്യജീവൻ നൽകുന്ന വാക്കുകൾ, കർത്താവെ, നിത്യജീവൻ നൽകുന്ന അഭിഷേകം, കർത്താവെ, നിത്യജീവൻ തരുന്ന അങ്ങയുടെ തലോടൽ, ഇത് മറ്റെവിടെ കിട്ടാനാണ്? അതുകൊണ്ട് അങ്ങയുടെ വിളി മറന്ന് മറ്റെങ്ങോട്ടും പോകുവാൻ ഞങ്ങൾ ഒരുക്കമല്ല, ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ആ വിളിയിൽ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ വിളിയെ തട്ടിക്കളയാത്തവരെല്ലാം മരണശേഷം നിത്യതയിൽ ദൈവപിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ട് എന്നേക്കും സ്വർഗത്ത് ആയിരിക്കുവാൻ ഭാഗ്യം കിട്ടുന്നവരാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്നും ഒരിക്കലും എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ പറഞ്ഞില്ലേ? ഈശോ ഭവനത്തിലേക്ക് വന്നപ്പോൾ ഈശോയുടെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് ഈശോയുടെ പാദത്തിങ്കിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന മറിയത്തെപ്പറ്റി കർത്താവ് പറയുന്നുണ്ട്, വിളി തട്ടിക്കളയാത്ത ഇവൾ എന്നും എൻ്റെ പാദത്തിങ്കൽ, നിത്യതയിലും ഇവൾ എൻ്റെ പാദത്തിങ്കലിരുന്ന് എൻ്റെ മഹത്വം അനുഭവിക്കുക തന്നെ ചെയ്യും. എട്ടാമതായിട്ട്, അവസാനമായിട്ടും വിളിയുടെ പ്രത്യേകത, ആ വിളി ഫലം പുറപ്പെടുവിക്കുന്ന വിളിയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനെ കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഫലം എന്താണ്? ഇന്നലെ വരെ പണത്തെ ദൈവമായി കരുതിയ മനുഷ്യൻ, ഇന്നലെ വരെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, ഇന്നലെ വരെ വഞ്ചനയിലും വെട്ടിപ്പിലും തട്ടിപ്പിലും കഴിഞ്ഞിരുന്നൊരു മനുഷ്യൻ, കർത്താവിൻ്റെ വിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹൃദയം ഉരുകുകയാണ്, മെഴുകുപോലെ ഉരുകുകയാണ്. കല്ല് പോലുള്ള ഹൃദയം മാംസലമായി മാറി. കർത്താവേ, എനിക്ക് ദൈവമകനായി ജീവിക്കണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന സക്കേവൂസിനെ നമ്മൾ കാണുന്നു. കർത്താവേ, എനിക്ക് സാത്താൻ്റെ മകനായി ജീവിക്കണ്ട, എനിക്ക് പണത്തെ ദൈവമായി കാണണ്ട, എനിക്ക് അങ്ങയുടെ മകനായിട്ട് ജീവിക്കണം. ഞാൻ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഞാൻ വഞ്ചിച്ചെടുത്തതെല്ലാം ഞാൻ തിരികെ കൊടുക്കുന്നു, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ ഇരട്ടി കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക്. അങ്ങനെ സ്നേഹത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരികയാണ്, മാനസാന്തരത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരികയാണ്. അവൻ്റെ ജീവിതം യു ടേൺ അടിക്കുകയാണ്. ഇന്നലെ വരെ പൊയ്ക്കൊണ്ടിരുന്ന ഡയറക്ഷൻ മാറി ഇന്നൊരു പുതിയ ഡയറക്ഷനിലേക്ക് അവൻ്റെ ജീവിതം മാറുകയാണ്. ഇന്നലെ വരെ ലോകത്തെ നോക്കിക്കൊണ്ട് പോയ അവൻ ഒരൊറ്റ തിരിതിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ചുള്ള ഒരു പുതിയ ജീവിതം അവൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 17, 18, 19 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി എന്ന് പറയുന്നില്ലേ? ഇതാ പഴയത് കടന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ വിളിക്ക് ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. കർത്താവിൻ്റെ വിളിയോട് ഇതാ ഞാനെന്ന് പ്രത്യുത്തരം കൊടുക്കുന്ന വ്യക്തികളുടെ ജീവിതം തീർച്ചയായിട്ടും മാറുക തന്നെ ചെയ്യും. അവരുടെ ജീവിതം യു ടേൺ അടിക്കുക തന്നെ ചെയ്യും. ഉണ്ണീശോയെ വന്ന് കണ്ട, കിഴക്ക് നിന്ന് വന്ന് കണ്ട 3 ജ്ഞാനികൾ അവർ തിരിച്ചു പോയപ്പോൾ വന്ന വഴിക്കല്ല പോയത്, അവർ മറ്റൊരു വഴിക്ക് മടങ്ങുവാൻ സ്വർഗം അവരോട് ആവശ്യപ്പെടുകയാണ്. യേശു ക്രിസ്തുവിനെ ആരെല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ടോ, യേശു ക്രിസ്തുവിൻ്റെ വചനം ആരെയെല്ലാം തൊട്ടിട്ടുണ്ടോ, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് ആരെയെല്ലാം അഭിഷേകം ചെയ്തിട്ടുണ്ടോ, അവരൊന്നും പഴയതുപോലെ ജീവിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ പിന്നീട് വീഴ്ചകൾ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ എല്ലാം ജീവിതം ദൈവോന്മുഖമായി തീർന്നു. അവർ വീണെങ്കിലും വീണ്ടും എഴുന്നേറ്റു. അവർ കർത്താവിൻ്റെ കൃപയിൽ ചാരി അവർ മുന്നോട്ട് പോയി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവർ വിശുദ്ധിയിൽ പക്വത പ്രാപിച്ചവരായി തീരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വിളി സക്കേവൂസിനെ മാറ്റിമറിക്കുക തന്നെ ചെയ്തു. ഇന്ന് ശാലോം ടെലിവിഷന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. കർത്താവിൻ്റെ വിളിയുടെ 8 പ്രത്യേകതകൾ ഇന്ന് നമ്മൾ കേട്ടു. ഇത് നമ്മുടെ ജീവിതത്തിലും മാംസം ധരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം പറഞ്ഞ എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെയും ഇന്ന് അഭിഷേകം ചെയ്യുകയും ഇന്ന് കേട്ട 8 കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.